എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഇന്ത്യ നിയമനങ്ങൾ. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ദ്രൗപദി മുർമുവിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. സ്വതന്ത്ര ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഗോത്ര വനിതയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഗോത്രവർഗ വനിതയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇവിടെ CP എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചന്ദ്രപുരം പൊന്നുസ്വാമി. ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്നുള്ളതാണ് CP രാധാകൃഷ്ണൻ എന്ന ആ ഒരു പേരിന്റെ ഫുൾ നെയിം. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോദി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നരേന്ദ്ര മോദി. ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം നരേന്ദ്ര ദാമോദർ ദാസ് മോദി. നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചേക്കണം. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. എന്നാൽ നേരത്തെ ഞാൻ ഇവിടെ ഈ ഭാഗത്തൊരു കാര്യം പറഞ്ഞു. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. എന്നാൽ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് 2001 മുതൽ 2014 വരെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. രാജ്യസഭയുടെ അധ്യക്ഷൻ എപ്പോഴും ഉപരാഷ്ട്രപതിയാണ് ആ ഒരു പദവി വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ രാജ്യസഭാ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് CP രാധാകൃഷ്ണനാണ്. ലോക്സഭയുടെ ഇപ്പോഴത്തെ സ്പീക്കറാണ് ഓം ബിർല. ലോക്സഭയുടെ ഇപ്പോഴത്തെ സ്പീക്കറാണ് ഓം ബിർല. എന്നാൽ ലോക്സഭയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? അതിന്റെ ആൻസർ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി. ഞാൻ നേരത്തെ പറഞ്ഞു രാജ്യസഭയുടെ അധ്യക്ഷൻ എപ്പോഴും ഉപരാഷ്ട്രപതിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനാണ്. എന്നാൽ രാജ്യസഭയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? അതിന്റെ ആൻസർ മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളണം. രാഹുൽ ഗാന്ധി എന്ന ആ ഒരു പേര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാണ്. എന്നാൽ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളണം. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ. മല്ലികാർജുൻ ഖാർഗെ. എങ്കിൽ രാജ്യസഭയുടെ ഉപ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ഹരിവംശ് നാരായൺ സിംഗ്. രാജ്യസഭയുടെ ഉപ അധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ്. ഹരിവംശ് നാരായൺ സിംഗ് ആണ് രാജ്യസഭയുടെ ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ. രാജ്യസഭയുടെ 13ാമത്തെ ഉപ അധ്യക്ഷനാണ് ഹരിവംശ് നാരായൺ സിംഗ്.
ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം. രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലം റായ്ബറേലി എന്ന് പറയുമ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത്, ആ ഒരു മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് റായ്ബറേലി എന്ന മണ്ഡലം, ലോക്സഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അതാണ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലം. ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് ഗോവിന്ദ് മോഹൻ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ IAS. ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് ഗോവിന്ദ് മോഹൻ IAS. എങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആരാണ്? ഇപ്പോഴത്തെ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി എന്ന് പറയുമ്പോൾ രാജേഷ് കുമാർ സിംഗ്. ഇപ്പോഴത്തെ കേന്ദ്ര പ്രതിരോധ വകുപ്പിന്റെ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. ഇത് IAS കാരനാണ്. IAS രാജേഷ് കുമാർ സിംഗ് IAS. ഈ രണ്ട് കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് ഗോവിന്ദ് മോഹൻ IAS. അതുപോലെ തന്നെ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയാണ് രാജേഷ് കുമാർ സിംഗ് IAS. ഇവിടെ രണ്ട് IAS കാരുടെ കാര്യം ഞാൻ പറഞ്ഞു. എങ്കിൽ എന്റെ ചോദ്യം, ഇപ്പോഴത്തെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആരാണ്? അതിന്റെ ആൻസർ A. ജയതിലക്. ഡോക്ടർ A. ജയതിലക് IAS. ഈ ഒരു കാര്യം സ്പെഷ്യലി പഠിച്ചു വെച്ചോളണം. ഈ ഇടയ്ക്ക് ഒരു പരീക്ഷയിൽ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന്റെ ആൻസർ ആണ് ഡോക്ടർ A. ജയതിലക്. ഇവിടെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ A. ജയതിലക്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ A. ജയതിലക് ആണ്. ഈ 3 IAS കാരുടെ കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചേക്കണം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ V. നാരായണൻ. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നതാണ് ISROയുടെ പൂർണ്ണ രൂപം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ V. നാരായണൻ. ISRO നിലവിൽ വന്ന വർഷം 1969 ഓഗസ്റ്റ് 15. 1969 ഓഗസ്റ്റ് 15-നാണ് ISRO സ്ഥാപിതമായ ആ ഒരു വർഷം. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുമ്പോൾ അന്തരീക്ഷ ഭവൻ ബംഗളൂരു. പിന്നെ ISROയെ പറ്റി പറഞ്ഞു എങ്കിൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ, അതിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ പത്മകുമാർ ES. പത്മകുമാർ ES എന്ന വ്യക്തിയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ട. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഇത് സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട എന്ന് പറയുമ്പോൾ അത് വരുന്നത് ആന്ധ്രാപ്രദേശിലാണ് ശ്രീഹരിക്കോട്ട ഉള്ളത്. ISRO പറഞ്ഞു, സതീഷ് ധവാൻ സ്പേസ് സെന്റർ പറഞ്ഞു. എങ്കിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഇതിനെ ഷോർട്ട് ഫോം ആയിട്ട് VSSC എന്ന് വിളിക്കുന്നു. VSSCയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ A. രാജരാജൻ. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ A. രാജരാജൻ. VSSC സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് VSSC വരുന്നത്. 3 കാര്യങ്ങൾ പറഞ്ഞു. എങ്കിൽ DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അതിന്റെ ആൻസർ സമീർ V. കാമത്ത്. DRDO എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നതാണ് DRDOയുടെ പൂർണ്ണ രൂപം. ഇതിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ സമീർ V. കാമത്ത്. DRDO സ്ഥാപിതമായ വർഷം 1958 ആണ്.
1958 DRDO നിലവിൽ വരുന്നത്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. DRDO സ്ഥാപിതമായ വർഷം 1958 ആണ്. അതിന്റെ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇദ്ദേഹം 26ാമത്തെ RBI ഗവർണറാണ്. RBIയുടെ 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. RBI ഗവർണറിന്റെ കാര്യം പറഞ്ഞു എങ്കിൽ SBIയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? SBI എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ചല്ല ശ്രീനിവാസുലു സെറ്റി. ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ SBIയുടെ ചെയർമാൻ. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റും, സഞ്ജയ് മൽഹോത്ര എന്ന ഇദ്ദേഹം IAS കാരനാണ്. ഇദ്ദേഹം IAS കാരനാണ് എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് ഓർമ്മയിൽ വെച്ചിരുന്നാൽ മതി. സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. സെബി, SEBI. എന്താണ് സെബി? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നതാണ് സെബിയുടെ ഫുൾ ഫോം. സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. ഇദ്ദേഹമാണ് സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. എങ്കിൽ സെബിയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആരാണ്? എന്ന് പറയുമ്പോൾ മാധവി പുരി ബുച്ച്. ആണ് സെബിയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ. LIC എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. LIC എന്ന് പറയുമ്പോൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്നതാണ് LICയുടെ പൂർണ്ണ രൂപം. LICയുടെ ഇപ്പോഴത്തെ CEO ആണ് R ദൊരൈസ്വാമി. CEO എന്ന് പറയുമ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നതാണ് CEOയുടെ ഫുൾ ഫോം. R ദൊരൈസ്വാമി എന്ന വ്യക്തിയാണ് LICയുടെ ഇപ്പോഴത്തെ CEO. എങ്കിൽ നബാർഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നബാർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഷാജി കെ വി. നബാർഡിന്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നതാണ് നബാർഡിന്റെ ഫുൾ ഫോം. നബാർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഷാജി കെ വി. ഇപ്പോഴത്തെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ തപൻ കുമാർ ദെക്ക. DEKA. എങ്കിൽ CBIയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ പ്രവീൺ സൂദ് IPS. CBIയുടെ ഇപ്പോഴത്തെ ഡയറക്ടറാണ് പ്രവീൺ സൂദ് IPS. CBIയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ പ്രവീൺ സൂദ് IPS. എങ്കിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. CVC, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അഥവാ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ. ഇതിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. എങ്കിൽ റോ എന്ന രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഇപ്പോഴത്തെ ഡയറക്ടറാണ് RAW. റോയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ പരാഗ് ജെയിൻ. റോയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ പരാഗ് ജെയിൻ. പിന്നെ റോ എന്ന് നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്.
റോയുടെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്നതാണ് റോയുടെ ഫുൾ ഫോം. ഇത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, CBI എന്ന് പറയുമ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാനുള്ള കാര്യമാണ് CBIയുടെ. അപ്പൊ നമുക്ക് ഒരുപാട് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് CBIയുടെ ഫുൾ ഫോം എന്തായാലും നമുക്ക് അറിയാം. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നതാണ് CBIയുടെ ഫുൾ ഫോം. പിന്നെ റോ ഞാൻ പറഞ്ഞു, റോയുടെ ഇപ്പോഴത്തെ ഡയറക്ടറാണ് പരാഗ് ജെയിൻ. എങ്കിൽ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? നീതി ആയോഗ്. നീതി ആയോഗ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. PM. അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. എങ്കിൽ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ സുമൻ കെ ബെറി. സുമൻ കെ ബെറി. സുമൻ ബെറിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ. എങ്കിൽ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയും കൂടെ പഠിച്ചു വെച്ചിരിക്കണം. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO എന്ന് പറയുമ്പോൾ BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം. ഇത് എന്ന് പറയുമ്പോൾ CEO ആണ്. CEO. നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു. നീതി ആയോഗിന്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. എങ്കിൽ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ സുമൻ കെ ബെറി. സുമൻ കെ ബെറി. എങ്കിൽ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം. ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചു വെച്ചേക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.